ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് എനിക്ക് കുറച്ച് കല്ലുമ്മക്കായൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്നും ഈ അടുക്കളയിലൊക്കെ തന്നെയാണല്ലോ കുക്കിംഗ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി പുറത്തൊന്ന്, അതായത് നമ്മുടെ പുഴയുടെ അടുത്തൊന്ന് പോയി അടുപ്പൊക്കെ കൂട്ടിയിട്ടൊന്ന് കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലോ എന്ന്. അപ്പോൾ അങ്ങനെ 2-3 കല്ലൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ച് ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ കല്ലുമ്മക്കായൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പാണ് ഇതൊന്ന് ശരിയായി വരാനായിട്ട്. പിന്നെ പുഴയുടെ അവിടെ കാരണം തീ കത്തണ ചൂടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നല്ല കാറ്റാണ്, നല്ല അടിപൊളിയാണ് പുഴയുടെ അവിടെ ഇരിക്കാനായിട്ട്. കുറച്ചധികം നേരം ഒറ്റയ്ക്ക് ഇരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. നമ്മളിവിടെ പുഴയുടെ അവിടെ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണത് ആദ്യമായിട്ടൊന്നല്ല കേട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ ചേട്ടന്മാരും ചേച്ചിമാരും വലിയച്ഛന്മാരും എല്ലാവരും വരുമ്പോൾ നമ്മൾ ഇതേപോലെ പുറത്ത് അടുപ്പൊക്കെ കൂട്ടി ഫുഡൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് കഴിക്കാറുള്ളതായിരുന്നു. അന്നൊക്കെ ശരിക്കും നല്ല അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് ഇഷ്ടം പോലെ ഞണ്ടും കൊഞ്ചും കരിമീനും ചെമ്പല്ലിയും അങ്ങനെയൊക്കെയുള്ള മീൻ ഒരുപാട് പുഴയിൽ നിന്ന് കിട്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ പുഴമീനൊന്നും കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് ഈ പുഴയിലുണ്ടാവണ ഈ കരിമീൻ, ഞണ്ട്, കൊഞ്ച്, കല്ലുമ്മക്കായ, കക്ക അങ്ങനെയുള്ളതൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിരുന്ന് നമ്മുടെ കല്ലുമ്മക്കായൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളവിടെ വേറൊരു ചട്ടി വെച്ച് സബോളയും മുക്കോട്ടും മസാല ഒക്കെ ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ അതിൽ ആഡ് ചെയ്ത് നല്ല പോലെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് എല്ലാം അതും സെറ്റ് ചെയ്ത് വന്നപ്പോൾ കുറച്ചും കൂടി മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം എനിക്ക് ഈ ഒരു പാകത്തിൽ കഴിക്കാനായിട്ട് അധികം ഇഷ്ടമല്ല. എനിക്കിതൊന്നും കൂടി നല്ലപോലെ ബ്രൗൺ കളറായിട്ട് കഴിക്കാനാണ് കേട്ടോ ഒന്നും കൂടി ഇഷ്ടം. അപ്പം ഞാനതൊന്നും കൂടി തീയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ആ ഒരു പാകം എത്തുമ്പോൾ ഞാനതിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എൻ്റെ ഒപ്പം ഉള്ളത് കുഞ്ഞാറ്റയാണ്. ആളെൻ്റെ ഒപ്പം തുടക്കം മുതലുണ്ടായിരുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. ഈ മസാലയും ടീസ്പൂണും കാര്യങ്ങളും അതൊക്കെ എടുത്തു തരാനായിട്ട് മൂപ്പര് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ആൾക്കാണ് കൊടുത്തത് കഴിക്കാനായിട്ട്. അവൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ കഴിച്ചത്. എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിത് കഴിക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഫുഡിന് എപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത് വെച്ചതൊക്കെ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ പുറത്ത് പുഴയുടെ അവിടെ പോയിട്ട് അടുപ്പൊക്കെ കൂട്ടി കല്ലുമ്മക്കായ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റി. അത് കഴിച്ചു, അടിപൊളിയായിട്ടുണ്ട്, സന്തോഷം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്